അയോധ്യയിൽ ഒരുക്കങ്ങൾ. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് നിർദ്ദേശവുമായി വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം. തെറ്റായതോ വിദ്വേഷം പരത്തുന്നതോ ആയ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ കർശന നടപടിയെടുക്കും എന്നാണ് മുന്നറിയിപ്പ്. അതേസമയം അയോധ്യയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമാണ് ഇന്നു മുതൽ അയോധ്യയിലേക്ക് പ്രവേശനമുള്ളത്. പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെ ഖാലിസ്ഥാൻ ബന്ധമുള്ള 3 പേർ പിടിയിലായി. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ മധുര പലഹാരങ്ങൾ വിൽപ്പന നടത്തിയതിന് ആമസോണിന് കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ട്. അയോധ്യയിൽ നിന്ന് വിവരങ്ങളുമായി എസ് വിജയകുമാറും ഒപ്പം തന്നെ ആർ രാധാകൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ആർ കെയിലേക്കാണ്. ആർ കെ, കനത്ത സുരക്ഷാ വലയം, കൃത്യമായ പരിശോധന, ചില നിയന്ത്രണങ്ങളുണ്ട്. എന്താണ് വിവരങ്ങൾ ആർ കെ അയോധ്യയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കാനുള്ളത്? 22-ാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് നമുക്ക് പറയാം. അവസാന ഘട്ടത്തിൽ ഇന്ന് ക്ഷേത്ര ശുദ്ധീകരണ ചടങ്ങുകളാണ് നടന്നത്. ആ ക്ഷേത്ര ശുദ്ധീകരണ ചടങ്ങുകൾക്കൊപ്പം വാസ്തു ശുദ്ധിയും വരുത്തി. ഈ വാസ്തുശുദ്ധിയും ക്ഷേത്രശുദ്ധിയും വന്ന സാഹചര്യത്തിൽ ഇനി ശ്രീരാമ വിഗ്രഹം, അതായത് രാംലല്ല, പുതുതായി ഉണ്ടാക്കിയ രാംലല്ല, അതിന് ദൈവിക ചൈതന്യം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് നാളെ മുതൽ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അയോധ്യ ഉള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 4000-ഓളം സന്യാസി വര്യന്മാരാണ് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കുക. പ്രാണപ്രതിഷ്ഠ പകർന്നു നൽകുന്നതുവരെ, രാംലീലയ്ക്ക് പ്രാണപ്രതിഷ്ഠ പകർന്ന് നൽകുന്നതുവരെ ആയിരിക്കും ഈ ചടങ്ങുകൾ ഇനി നീളാൻ പോകുന്നത്. പഴയ ക്ഷേത്രത്തിൽ നിന്നും, താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്നും ഉള്ള രാംലല്ല പുതിയ ക്ഷേത്രത്തിലേക്ക് എത്തും. അവിടെയുള്ള ഗർഭഗൃഹത്തിൽ പുതിയ രാംലല്ലയ്ക്കൊപ്പമായിരിക്കും അത് സ്ഥാപിക്കുക. ആ ചടങ്ങുകളായിരിക്കും ഇനി നടക്കാനായിട്ട്, പൂർത്തിയാകാനായിട്ട് പോകുന്നത്. അതിന് ശേഷം മറ്റ് താന്ത്രിക വിധി അനുസരിച്ചിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കും. നമുക്കറിയാവുന്നതുപോലെ നാഗർ ശൈലിയിലാണ് ഈ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അനുബന്ധമായിട്ടുള്ള ക്രിയാ ചടങ്ങുകളാണ് നടക്കുന്നത്. സരയു ആണ് പുണ്യനദിയായി അയോധ്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ സരയു നദിയിലെ ജലത്താൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങുകൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും. 151 രാജ്യങ്ങളിലെ പുണ്യ നദികളിൽ നിന്നുള്ള വെള്ളം, അത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും അടക്കം ഉള്ളവ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് സരയൂ നദിയിൽ നിന്നുള്ള ജലം കൊണ്ടാണ് കലശം നടന്നതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അനുബന്ധമായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ജലം കൂടിക്കൊണ്ട് കലശം നടക്കും. അവസാന ദിവസം എല്ലാ രാജ്യങ്ങളിലെയും വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള കലശം നടക്കുന്നത് തുടർന്നായിരിക്കും പ്രാണപ്രതിഷ്ഠ നടക്കുക. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് അയോധ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് എസ്പിജിയുടെ നേതൃത്വത്തിൽ, എസ്പിജിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി വിലയിരുത്തുകയും ചെയ്തു. ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘം, അവരാണ് ഈ അയോധ്യയിലെ ക്ഷേത്രത്തിന് ഇനി സുരക്ഷാ ചുമതല ഒരുക്കാനായിട്ട് പോകുന്നത്. ഏതാണ്ട് 2 പതിറ്റാണ്ടോളമായും ഈ താൽക്കാലിക ക്ഷേത്രത്തിന് CRPF ആയിരുന്നു സുരക്ഷാ ചുമതല ഒരുക്കി വന്നിരുന്നത്. സുത്യർഹമായി അവർ നടത്തിവന്ന സേവനം ഈ 22-ാം തീയതി അവസാനിക്കുകയാണ്. 23 മുതൽ ഈ പ്രത്യേക സേന അയോധ്യയുടെ പുതിയ ക്ഷേത്രത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കും. അതിനനുബന്ധമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്. എല്ലാ ഇടങ്ങളിലും CCTV അടക്കം ഘടിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായി. ഇതുകൂടാതെ ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ളവ ഇനി ഉള്ള ദിവസങ്ങളിൽ ഇനി അയോധ്യയിൽ പൂർണ്ണമായിട്ടും ഉണ്ടാകും. അയോധ്യയെ ഒരു A കാറ്റഗറി സെക്യൂരിറ്റി മേഖലയാക്കി പ്രഖ്യാപിക്കും അടുത്ത ദിവസങ്ങളിലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ നാളെ ഇവിടേക്ക് എത്തുകയാണ്. നാളെ മുതൽ കൂടുതൽ ശക്തമാകുന്ന രീതിയിൽ ഈ പൊതുജനങ്ങൾ, ക്ഷണിക്കപ്പെട്ടവരല്ലാത്ത ആളുകൾക്കുള്ള പ്രവേശനം നിർത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. പ്രക്ഷേപണ മന്ത്രാലയം വളരെ കർശനമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം കൂടി ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. ഖാലിസ്ഥാൻ അനുകൂല സന്ദേശം പ്രചരിപ്പിച്ച വിഷയം അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ 3 പേരെ ഇന്ന് അറസ്റ്റ് ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വിദ്വേഷം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള വിവിധ പ്രസ്താവനകൾ അത് വാർത്തകളാക്കി പ്രചരിപ്പിക്കുന്നതിന് എതിരെയുള്ള മുന്നറിയിപ്പാണ് പ്രക്ഷേപണ മന്ത്രാലയം നടത്തിയിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും പൂർണ്ണമായിട്ടും കരുതലെടുക്കണമെന്നും തെറ്റായിട്ടുള്ള വിവരങ്ങൾ വാർത്തകളായി
കൂടുതലായി പ്രചരിപ്പിക്കരുതും എന്നുമാണ് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി, ആർ രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി വേണ്ട ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുന്നു. കർശനമായ സുരക്ഷ അയോധ്യയിലുടനീളം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാളെ അയോധ്യയിലേക്ക് എത്താൻ പോവുകയാണ്. വിജയകുമാർ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയകുമാർ, ഒരുക്കങ്ങൾ ഏത് ഘട്ടം വരെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്? എല്ലാവിധ ഒരുക്കങ്ങളും ഒരു തരത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് വിജയകുമാർ? റിജിത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യയിലെത്തും എന്ന് ഇതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാളെ പ്രധാനമന്ത്രി എത്തും. അദ്ദേഹം സരയൂ നദിയിൽ മറ്റന്നാൾ രാവിലെ, അതായത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം രാവിലെ സരയുവിൽ സ്നാനം ചെയ്യും. അതിനുശേഷം അദ്ദേഹം കാൽനടയായി ക്ഷേത്രം വരെ യാത്ര ചെയ്യും. ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം അദ്ദേഹം കാൽനടയെ യാത്ര ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഏതാണ്ട് 7,000 പേരെ മാത്രമേ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ വേദിയിലേക്ക് അനുവദിക്കൂ എന്ന് സംഘാടകർ, ക്ഷേത്രം രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് ഇതിനോടകം കൃത്യമായി നൽകിയിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സുരക്ഷ സംബന്ധിച്ചുള്ളതാണ്. അത് ഓരോ മണിക്കൂർ ഇടവിട്ട് അതിൽ അവലോകനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യ നഗരം ഏതാണ്ട് പൂർണ്ണമായും CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിൽ, AI ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ്. അതുകൂടാതെ വലിയ തോതിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്ന് വ്യാപകമായി നടക്കുന്നുണ്ട്. എല്ലായിടത്തും ആ പരിശോധന നടക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകളുടെ പരിശോധന നടക്കുന്നുണ്ട്. എയർ സർവൈലൻസ് കുറെ കൂടി ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഖാലിസ്ഥാൻ ഭീകരർ അവരുമായി ബന്ധമുള്ള 3 പേരെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തത് അവർക്ക് ഭീകരബന്ധമുണ്ടെന്ന് UP ATS എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പരിശോധന, അന്വേഷണം അവരെ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. അതിനിടയിൽ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദം തുടരുകയാണ്. ഇന്ന് ഗുജറാത്തിലെ ഹൈക്കോടതി അവിടുത്തെ അഭിഭാഷകരോട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾ അവധി എടുക്കുന്നതിൽ തടസ്സമില്ല, അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നടപടി നിങ്ങൾക്കെതിരെ ഉണ്ടാവില്ല എന്ന് ഗുജറാത്തിലെ അഭിഭാഷകരോട് ഇന്ന് അവിടുത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ദിവസം അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ, പുതിയ തർക്കങ്ങൾ, പുതിയ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ അയോധ്യ നഗരം പൂർണ്ണമായും ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. നാളെയോടുകൂടി ഈ നഗരം ആകെ നിറഞ്ഞു കവിയും. ഇന്നിപ്പോൾ നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ പദയാത്രയായി ഈ വഴിയിലൂടെ കടന്നു പോകുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാമെങ്കിൽ ഇത് ഒരു പ്രധാനപ്പെട്ട നമ്മളുടെ ഈ അയോധ്യ നഗരത്തിലെ ഈ ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഒരു പ്രധാനപ്പെട്ട വഴി കൂടിയാണ്, ഒരു ജംഗ്ഷൻ കൂടിയാണ്. അവിടെ നിന്ന് വാഹനങ്ങളിലൊക്കെ വരുന്നവർ ഇവിടെ ആളെ ഇറക്കിയാണ് അവിടേക്ക് പോകേണ്ടത്. ആ വഴി നിറയെ ആളുകൾ, ലതാ മങ്കേഷ്കറുടെ പേരിലുള്ള ഒരു മേഖലയാണ്, ഒരു പ്രദേശമാണിത്. ലതാ മങ്കേഷ്കർ ആണ് ഏറ്റവും കൂടുതൽ രാമഭക്തി ഗാനങ്ങൾ പാടിയിട്ടുള്ളത്. അങ്ങനെ ലതാ മങ്കേഷ്കറുടെ രാമഭക്തി ഗാനങ്ങൾ കൊണ്ട് എപ്പോഴും ഇവിടം മുഖരിതമാണ്. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ, പലതരത്തിലുള്ള ദൃശ്യങ്ങൾ, വിവരങ്ങളൊക്കെയാണ് അയോധ്യ നഗരത്തിൽ കാത്തു നിൽക്കുന്നത്. രാഷ്ട്രീയ വിവാദത്തിന് ഒരു കുറവുമില്ല. നമുക്കറിയേണ്ട ഒരു കൗതുകമുള്ള ഒരു രാഷ്ട്രീയ വർത്തമാനം ഈ പരിപാടിയിൽ, പ്രാണപ്രതിഷ്ഠയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന പരിപാടിയിൽ ഏതൊക്കെ പാർട്ടിയിലെ ഏതൊക്കെ ക്ഷണിതാക്കൾ വരും എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അവർ പങ്കെടുക്കുമെന്ന നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അവരെ കൂടാതെ ആരൊക്കെ എത്തുമെന്നതൊക്കെ വലിയ കൗതുകമാണ്. ദേവഗൌഡ കുടുംബസമേതം പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. അങ്ങനെ VIPകളും VVIPകളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു, അവരെ സ്വീകരിക്കുകയാണ്. എന്തായാലും റിജിത്ത് വലിയ ആഘോഷത്തിലേക്ക് കടക്കുന്നു. ഒപ്പം പഴുതടച്ച സുരക്ഷ ഒരുക്കാൻ UP പോലീസ് പരിശീലനം നൽകിയ NST പരിശീലനം നൽകിയ ഏതാണ്ട് 1000-ഓളം പ്രത്യേക കമാൻഡോസും സജ്ജമായിട്ടുണ്ട്. റിജിത്ത്, ശരി, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. S വിജയകുമാർ, ഒപ്പം തന്നെ R രാധാകൃഷ്ണൻ അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ, അവിടെ നിന്നുള്ള കാഴ്ചകൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.